ഈ വാറ്റ് വാങ്ങണ പേരും പറഞ്ഞുള്ള ഈ വരവ് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളാന്ന് വിചാരിക്കണ്ട കേട്ടാ. രണ്ടും ലഹരിയാണല്ലോ. ഈ കൊച്ചിനെ കിണറിന്റെ അടുത്ത് ഒറ്റക്ക് ഇരുത്തിട്ട് ആ തള്ളിത് എവിടെ പോയി കിടക്കണ്? തള്ളയല്ല അന്നിട്ട. അതല്ല, മറ്റേ തള്ളയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ കൊച്ചിനെ പുലിക്കെട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടുന്നു. വേണ്ട, ഒന്നും പറ്റിയില്ല. എന്താ എന്താ ഒന്നുമില്ല. പീലിപ്പുലിനെ പിടിച്ചേ, പീലിപ്പുലിനെ പിടിച്ചേ, പീലിപ്പുലിനെ പിടിച്ചേ, പിടിച്ചേ, പീലിപ്പുലിനെ പിടിച്ചേ. പുല്ലാണ് പീലിക്ക് പുലി, പുല്ലാണ് പീലിപ്പുലിയെ പിടിച്ചേ. പുലിയെ പുല്ലാണെന്ന് മനസ്സിലായില്ലേ? പട്ടി പോലെ കിടക്കണുണ്ടല്ലേ? പീലിപ്പുലിയെ പിടിച്ചേ. കൊള്ളാം, മിടുക്കന്മാർ. ഇത്രയും പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും കൊല്ലായിരുന്നില്ല മക്കളെ ആ ദുഷ്ടനെ. എന്റെ മകനെ കടിച്ചു കീറിയവൻ ചത്ത് കിടക്കുന്ന കണ്ടിരുന്നെങ്കിൽ സന്തോഷായനെ എനിക്ക്. എന്നാ സാറേ ഇത്? എന്നാണല്ലോ ഒരു പുലിയെ പിടിച്ചില്ലേ? ഇനി ഫോറസ്റ്റുകാർ എന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യട്ടെ. എന്തായാലും ഇവർക്കൊരു ഗംഭീര വിരുന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിരുന്നൊക്കെ കൊടുക്കാം. അതിനുമുമ്പ് നമ്മൾ അവരോട് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. അച്ചോ, ഇത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൊടുത്താട്ടെ. ഞങ്ങൾക്ക് ഈ കാശ് വേണ്ടച്ചോ. ഞങ്ങൾക്ക് മൂന്നാൾക്കും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇവിടെ വന്നപ്പോൾ ജീവിതത്തിൽ ആരൊക്കെ ഉള്ള പോലെ ഒരു തോന്നല്. ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. കഴിയുമെങ്കിൽ ഞങ്ങളെ ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിക്കണം. ഇവിടെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ നിന്നോളാം. അല്ല, അതിപ്പോ മെമ്പറെ. എന്നാ പിന്നെ ഇവരിവിടെ നിന്നോട്ടെ അല്ലേ അച്ചോ? അതെ, അതാ എനിക്ക് തോന്നുന്നത്. അതാ അതിന്റെ ഒരു ശരി. അപ്പോ ഇനി വേട്ടക്കാരെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ വിക്ടറിന്റെ പുറമ്പോക്കിലുള്ള സ്ഥലത്ത് ഒരു ചെറിയ വീട് വെക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം. എന്താ വിക്ടറെ? അതവൻ ആർക്കും വിട്ടുകൊടുക്കാത്ത പെണ്ണാ. അച്ചോ, ഇവർക്ക് താമസിക്കാനാണ് സന്തോഷമുള്ള എനിക്ക്. അവനും ഓക്കെ. എന്നാ പിന്നെ വേറൊന്നും നോക്കാനില്ല. ഇന്ന് മുതൽ ഇവരും നമ്മുടെ നാട്ടുകാരാ. പൈസ ഒന്നും രണ്ടൊന്നല്ല, 5 ലക്ഷം, 5 lakhs. ചേട്ടായിക്ക് വേണ്ടെങ്കിൽ അത് പറ, ഞങ്ങൾ മേടിച്ചോളാം. ഞങ്ങൾക്ക് കാശ് വേണം. എടാ കഴുതകളെ, ഇപ്പം നമ്മൾ ആ 5 ലക്ഷം വാങ്ങിച്ചാൽ ഈ നിമിഷം നമ്മൾ ഇവിടുന്ന് ചുരം ഇറങ്ങേണ്ടി വരും. ഇതാ പറഞ്ഞത്, നിനക്കൊന്നും ഇല്ലെന്ന്. എടാ, വെറും 5 ലക്ഷം രൂപയ്ക്ക് 5 കോടി രൂപ വിലയുള്ള തേവരെ ഉപേക്ഷിച്ചാൽ തേവര് കോപിക്കില്ലേ? 5 ലക്ഷം വേണോ 5 കോടി വേണോ? 5 കോടി 5 ലക്ഷം. വെറുതെ അല്ല ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിൽക്കണേ. ഒടുക്കത്തെ ബുദ്ധി.
ശരിയല്ലേ? എന്റെ ചേട്ടായി സമ്മതിച്ച് കൊള്ളാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് തേവരെയും കൊണ്ടേ പോവും. ഞാനാദ്യം പേടിച്ചേ ഈ സമാധാനായിട്ടൊന്ന് മൂത്രം വയ്ക്കട്ടെ. നീ ധൈര്യമായിട്ട് പെടുക്കടാ. ഞാനും വരാം ഒരു കമ്പനി. വരി. ഇവരുണ്ടാ? സമാധാനമൂത്ത. ഹലോ, ആ? നിങ്ങൾ ഇവിടെ നിൽക്കണ? നിങ്ങളെ തപ്പി കവലെ പോലീസുകാർ വന്നേക്കണം. അങ്ങോട്ട് ചെല്ലേ. സാറേ അവരെത്തി, അവരെത്തി. എസ് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. ഇതിനാരടാ പീലി? ഞാനാ സാറേ. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. ഈ പുലിയെ പിടിച്ചത് കേസാവെന്ന് പേടിച്ചിട്ടാ. അല്ലാതെ ഈ വന്യജീവി നിയമപ്രകാരം പിടിച്ചകത്താക്കുന്ന പേടിച്ചിട്ടായിരിക്കും. നിങ്ങൾ പിടിച്ചത് പുലിയല്ലേ, അല്ലാതെ പശുവിനൊന്നുമല്ലല്ലോ. ഹേയ്. അയ്യോ സാറേ, പശുവിനെ ഞങ്ങൾ തൊടാറില്ല. ഇവന് പശു എന്ന് പറഞ്ഞ അമ്മേനെ പോലെയാണ്. ആണോ? അപ്പം നിനക്കാ എന്റെ ഫാമിലി മൊത്തം ഗോഭക്തരാണ്. അച്ഛൻ ഗോപാലൻ, അമ്മ ഗോമതി, ചേട്ടൻ ഓമനക്കോട്ട്. ഓമനക്കുട്ടിലെ ഇനി ഗോമനക്കുട്ടെന്നാണോ? താങ്ക് യു. എന്തായാലും ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അനുമോദിക്കാൻ വന്നതാണ്. ഒരു നാടിനെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ ഭീകരനെ ജീവനോടെ പിടികൂടിയ നിങ്ങൾ മിടുക്കന്മാരാണ്. മിടുക്കന്മാർ. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു സെൽഫി എടുക്കണം. എന്റെ ഭാര്യ മക്കളും വേട്ടക്കാരും ഇതുവരെ കണ്ടിട്ടില്ല. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കുഴപ്പമില്ലല്ലോ. ഏയ്, കുഴപ്പമൊന്നുമില്ല. 1 2 3. ഞാനവിടെ എല്ലാവരും ചിരിച്ചേ. സൂപ്പർ ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ജിമ്മി കാട്ടിലോട്ട് രക്ഷപ്പെട്ടു. ജിമ്മിയാ? അത് ഞാനല്ലേ? അയ്യോ, ജംബു കാട്ടിലോട്ട് രക്ഷപ്പെട്ടു. ഛേ, ഇത്രയും നാളാ നശിച്ച പുലിയുടെ പേരും പറഞ്ഞ് അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്. ഇനി അതുണ്ടാവില്ല. അവനോട് പറഞ്ഞേക്ക് ഈ SI ജിമ്മി മൈക്കിൾ ആരാണെന്ന് ഞാൻ അറിയിച്ചിരിക്കും. കള്ളന്മാരുന്ന് കേട്ടാ എനിക്ക് കൺട്രോൾ പോവും. എന്റെ പൊന്നും കുരിശ് മുത്തപ്പാ. ഐ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സമീപിച്ചാൽ ഞാനും എന്റെ സേനയും ഏതു നിമിഷവും നിങ്ങളുടെ സഹായം ഉണ്ടാവും. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. കേട്ടറിവിനേക്കാൾ വലുതാണ് ജിമ്മി മൈക്കിൾ എന്ന സത്യം. എടഞ്ഞാൽ SI സാർ നരസിംഹമാണ്, ക്രിമിനലുകൾക്ക് അന്തകൻ. ആ തള്ളുകളല്ല, ചില ജീപ്പുകളോ സെൽഫ് എടുക്കുന്നില്ല. യെസ് സാർ. നിങ്ങളൊന്ന് സഹായിക്കണം. വിരോധമൊന്നുമില്ലല്ലോ. വാ, പിടിക്കടാ. ഓ, താങ്ക് യു. ചായ. ആ തെണ്ടിക്കനെ ഓർത്ത് മനുഷ്യന്റെ അണ്ണാക്കൊരു പുള്ളി പോയെന്നേ. എല്ലാരും മറിക്കും. ആരുടെ സഹായം വേണ്ട. പിന്നെ ഓക്കെ.